വീണ്ടും വാർത്തകളിലേക്ക്. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ജാമ്യമില്ല. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും മറ്റ് 8 പേർക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, UAPA തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു കലാപമായി മാറിയത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഹൈക്കോടതിയുടെ നിർണായകമായ നടപടികൾ ഉണ്ടാവുകയാണ്, ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് ഇനിയുള്ള നടപടികൾ? ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമർ ഖാലിദ് കൂടാതെ ഷർജിൽ ഇമാം തുടങ്ങി ഈ കലാപത്തിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയവരുൾപ്പെടെയുള്ളവരുടെ ജാമ്യമാണ് കോടതി തള്ളിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപിലേക്ക് ഡൽഹി പോലീസ് എത്തിച്ചിരുന്നു. അതായത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതൊരു കലാപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിൽ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരെ കൂടാതെ മറ്റ് ഈ ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ടുള്ള മറ്റ് 8 പേരുടെ ജാമ്യാപേക്ഷ കൂടി ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. ഈ കേസിൽ 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കേസിൽ ചുമത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം രാജ്യത്തുടനീളം ആ സമയത്ത് നടന്നിരുന്നു. ഈ ഭേദഗതി നിലവിൽ വരുന്നതോടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം നഷ്ടപ്പെടും, അവരെല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടിയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് എന്ന വാദമായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം കൊണ്ടുവന്നിരുന്നത്. അതിന് തുടർന്നാണ് ഡൽഹിയിൽ വലിയ കലാപത്തിലേക്ക് പോരുന്നത്. ആ കേസിന്റെ ഗൂഢാലോചന കേസിലാണിപ്പോൾ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. വിഷ്ണു, ഒപ്പം എടുത്തു പറയേണ്ടത് ഹൈക്കോടതിയുടെ നിർണായകമായ തീരുമാനം വരുമ്പോൾ ഒരുപക്ഷെ ഇതിനെ എതിർക്കുന്ന ചില ആളുകൾ കൂടി രംഗത്ത് വരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ച ഇടതുപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു വിധിയെ പോലും എതിർക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഹൈക്കോടതി നടത്തിയ കൃത്യമായ നിരീക്ഷണം അത് തന്നെയാണ് ഏറെ പ്രധാനമായി പറയേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പോലും ന്യായീകരണങ്ങൾ ഒരു വശത്തുണ്ടാകുമ്പോൾ ഇനി അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി പേർ പിടിയിലാകാനുണ്ട് എന്നുള്ള കാര്യം തന്നെയല്ലേ? വിഷ്ണു, കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. റിപ്പോർട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി നിലവിലിപ്പോൾ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ള ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷണ സംഘം തുറന്നു കാട്ടിയിട്ടുണ്ട്. ഈ 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഷഹീൻബാഗ് ഉൾപ്പെടെ ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം വിഭാഗത്തെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം ആരംഭിക്കുന്നു. ആ സമരത്തിന്റെ ഗതി മാറ്റിവിടാൻ പ്രധാനപ്പെട്ട കാരണം ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവർ ആ സമരത്തിൽ കൃത്യമായിട്ടുള്ള നരേഷൻ ഉണ്ടാക്കുകയും ഈ നിയമ ഭേദഗതി, അതായത് പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളത് മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ എതിരാണ്, അവരെല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ പോവുകയാണ്, അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം തുടങ്ങി തീവ്ര ഇസ്ലാമിസ്റ്റ് നയങ്ങൾ ഈ സമരത്തിനിടയിലേക്ക് വരികയും ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആദ്യം ഹിന്ദുക്കളുടെ ഭവനങ്ങളും വീടുകളും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു, IB ഉദ്യോഗസ്ഥനെയും കൊലപ്പെടുത്തി. അത്തരത്തിൽ വലിയൊരു കലാപത്തിലേക്ക് ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലയെ കൊണ്ടുപോകാൻ ആദ്യ മണിക്കൂറുകളിൽ കൊണ്ടുപോകാൻ സാധിച്ചു. തുടർന്ന് സുരക്ഷാ സേനയുടെ ശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു ഡൽഹി കലാപം അടിച്ചമർത്താൻ കാരണമായിട്ടുള്ളത്. ആ കേസിലാണിപ്പോൾ ഡൽഹി ഹൈക്കോടതി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം തുടങ്ങിയിട്ടുള്ളവർക്കും മറ്റ് 8 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ആ കോടതി നടത്തിയിട്ടുള്ളത്. അതായത് അന്വേഷണ സംഘം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഈ സാധാരണക്കാരായ ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും സമരത്തിലേക്ക് ഇറക്കാനും ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു. പ്രത്യേകിച്ച് അലിഗഡ് സർവകലാശാല, JNU തുടങ്ങി ഡൽഹിയിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തെരുവിലിറക്കാനും തെറ്റായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് നയങ്ങളിലൂടെ ഈ അത്തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് ഒരു കലാപത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ
ഈ സമരത്തെയും ഈ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു അന്ന് കോൺഗ്രസും CPM ഉൾപ്പെടെ ഇടത് സംഘടനകളും കോൺഗ്രസും ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത്. അതിനെതിരെയും ആ നയങ്ങളും തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് രാജ്യത്ത് ഇത്തരത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കുമ്പോഴും അതിനെതിരെ നിലകൊള്ളുന്ന നിലപാടാണ് നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ആണെങ്കിലും ഇടത് പാർട്ടികളാണെങ്കിലും സമാജ്വാദിയും തൃണമൂലും എല്ലാം തന്നെ രാജ്യത്തെ ഏത് രീതിയിലുള്ള നിലപാടുകളും നയങ്ങളും കൈക്കൊള്ളുമ്പോൾ അതിനെ കണ്ണടച്ചെതിർക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ കേസുകളിൽ ഉൾപ്പെട്ട് 30 ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നാൽ സ്ഥാനം നഷ്ടമാകുന്നതാണെങ്കിലും പൗരത്വ നിയമ ഭേദഗതിയാണെങ്കിലും തെറ്റായ നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ തിരിയുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ നരേഷൻ കൊണ്ടുവരുന്നതിലൂടെ രാജ്യത്തിനെതിരെ തിരിയുന്ന പ്രവർത്തനമാണ് കോൺഗ്രസും ഇടതു സംഘടനകളും എല്ലാം തന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ മുഴുവൻ മുസ്ലിമുകൾക്കും എതിരാണെന്നും അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ന വലിയ പ്രചാരണം പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ പ്രചാരണം നടക്കാനും ആ സമരത്തിനിടയിൽ ഡൽഹിയിൽ പോലീസ് വെടിവെപ്പിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ നിസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയത് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം. അത്തരത്തിലൊരു വലിയ വ്യാജ പ്രചാരണമായിരുന്നു 2020 തുടക്കം മുതൽ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്നിട്ടുള്ള വ്യാജ പ്രചരണം അണപൊട്ടിയിട്ടുള്ളത് ഡൽഹിയിലായിരുന്നു. ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രധാന പാത തടഞ്ഞുകൊണ്ട് നോയിഡ ഭാഗത്തുനിന്നും ഒപ്പം ഡൽഹിയുടെ സെൻട്രൽ ഡൽഹിയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റോഡ് പൂർണ്ണമായും തകർന്ന് പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അവിടെ കുടിൽ കെട്ടി ഇത്തരത്തിൽ വലിയ സമരം അരങ്ങേറി. പിന്നീട് ആ സമരത്തെ വഴിതിരിച്ചുവിടാനും സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ നിർണായകമായ നടപടി ഉണ്ടാവുകയാണ്. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് പ്രതികളുടെ. എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം.